ഹലോ ഗായ്സ്, വൈകുന്നേരം ആകുന്നു വലിയ ഇഷ്ടം കേട്ടോ എനിക്ക്. കാരണം കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞാൽ കിടന്നുറങ്ങാലോ. അപ്പോൾ പൊന്നാച്ചി പപ്പായുടെ അടുത്ത് പോയി ഒന്ന് ഭയങ്കരമായിട്ടും കുശുമ്പ് കാണിക്കുക കേട്ടോ. പപ്പായനെ കിള്ളി 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 കിക്കിളി എല്ലാം കൂട്ടി രണ്ട് പിള്ളേരും പപ്പായനെ വാക്കി വെക്കുന്നില്ല കേട്ടോ. നല്ലപോലെ ഉപദ്രവം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞുള്ളിപ്പറയായിട്ടും കിക്കിളി കൂട്ടൊക്കെ ആയിട്ടും പപ്പ എവിടെയെങ്കിലും അനങ്ങാതിരിക്കുമ്പോൾ അപ്പം തന്നെ പൊന്നാച്ചി പോയി പുറകെ നിന്നിട്ട് ഒറ്റ കിക്കിളിയും കൂട്ടും കേട്ടോ. ഇങ്ങനെ പപ്പ ഭയങ്കര ശല്യമായിട്ട് പപ്പായങ്ങാണ്ട് നല്ല താപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാമെന്നൊക്കെ ഓർത്ത് പുള്ളി ചെന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ പൊന്നാച്ചി അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒത്തിരി താമസിച്ചു കേട്ടോ. എൻ്റെ കഞ്ഞിയൊന്നും തിളച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചേട്ടായി കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വലിയ സെറ്റപ്പിലുള്ള വറക്കലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വറക്കല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൊന്നാച്ചി വന്നൊന്ന് കൈ ഇട്ടു. ഞാൻ പൊന്നാച്ചിയുടെ കൈക്കെട്ട് അടിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. കാരണം അവൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാട്ടോ അതിനകത്തൊന്ന് കൈയിടാൻ വന്നത്. ഇറച്ചി കൊണ്ടുവന്നാൽ പിന്നെ പൊന്നാച്ചി എൻ്റെ പുറകേന്ന് പോവുകയല്ല കേട്ടോ. നടപ്പേ കയറുന്ന വരെ അവൾ എൻ്റെ കൂടുതൽ എന്തേലൊക്കെ മെനമണിയായിട്ടൊക്കെ കാണും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ചി ഒന്ന് വഴക്കുണ്ടാക്കി. അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കൊച്ചിന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പകൽ കിടന്ന് ഉറങ്ങിയുമില്ല. അപ്പോൾ ഞാൻ എടുത്ത് കൈ പിടിച്ചു കേട്ടോ. അഥവാ എങ്ങാനും കിടന്ന് ഉറങ്ങിയാലോ ചോറൊന്നും ഉണ്ണാതെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എഴുന്നേൽക്കുകയല്ല കേട്ടോ ചോറുണ്ണാനായിട്ട്. അവൾ എന്നോട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനുള്ള പരിപാടി ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് കുരുമുളക് എടുത്തങ്ങ് പൊടിച്ചു കേട്ടോ. കുരുമുളക് ശരിക്കും വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കേണ്ടതാണ് കേട്ടോ. മടി എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് മാറ്റി വെക്കാനൊന്നും എനിക്ക് വലിയ മെനക്കേട് അങ്ങനെ തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് 2 ഇഞ്ചിയും 2-3 എന്താ പറയുക വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചതച്ചു കൂട്ടോ. ശരിക്കും കുരുമുളക് പൊടി ഇങ്ങനെ വിതറിയൊക്കെ ഇടേണ്ടതാട്ടോ. പക്ഷേ വിതറാൻ എനിക്ക് എന്താ പറയുക വേറെ പാത്രമൊക്കെ എടുക്കാനുള്ള മടിയും കൊണ്ടും ഒക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടങ്ങ് ചതച്ചങ്ങ് എടുക്കുക കേട്ടോ. ശരിക്കും എല്ലാവരും നല്ല എക്സ്പേർട്ടായിട്ടൊന്നും ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊന്നും അല്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എൻ്റേതായ രീതി മാത്രം. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചി നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഇഞ്ചി നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്ന വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന വെളുത്തുള്ളി പുറമേ ഒന്ന് കഴുകുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തൊലി പൊളിച്ച് കളയാറില്ല. ഈ തൊലി അതിനകത്ത് ഉണങ്ങി കിടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പുറമേന്ന് ഞാനിങ്ങനെ നല്ലപോലെ കഴുകിയെടുക്കും, എന്നിട്ട് നല്ലപോലെ ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ തൊലിയും കൂടെ കൂട്ടി കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയല്ലേ അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിടക്കുവേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം പകുതി ചിക്കനേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം രാത്രി ഒരു നേരത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നോർത്ത് കുറച്ച് ചിക്കനും ഇങ്ങെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പകുതി ചിക്കൻ രാവിലെ എല്ലാം വറക്കാം. കാരണം ഇവളുമാർ ചോദിക്കും കേട്ടോ. ഇറച്ചി ഉണ്ടെങ്കിൽ ഇവളുമാർ നാഴിക്ക് 40 വട്ടം ചോദിക്കും, എച്ച് മിമി ഇല്ലേ അമ്മേ, എച്ച് മിമി ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ടയിലേക്ക് തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറക്കുന്നതിനകത്തൊക്കെ കറിവേപ്പില ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൻ. ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളിയുടെ തൊണ്ട് പെറുക്കി തിന്നത് എനിക്കിഷ്ടം. അതുപോലെ തന്നെ കറിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അതുകൊണ്ട് എരിവ് ഇച്ചിരി കുറവൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല കളറായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മളങ്ങനെ മുളക് പൊടിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇച്ചിരി എന്താ പറയുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരും അങ്ങനെ ഇടാറില്ല ചിക്കൻ മസാല, പക്ഷേ ഞാൻ ചിക്കൻ മസാല ഇട്ടാട്ടോ വറക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പല ആവശ്യത്തിന് വേണ്ടി എടുത്ത നാരങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ആ നാരങ്ങയ്ക്ക് ഒരു ഷേപ്പും ഒരു വറക്കത്തൊന്നും ഇല്ലാതിരിക്കുന്നത്. എന്നാണേലും ഞാൻ നല്ല അടിപൊളിയായിട്ട് പിഴിഞ്ഞങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ഒരു പുളിയും ആ ഒരു ചുവയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളത് പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളിനി എടുക്കുന്നത് നമ്മുടെ ഇഞ്ചി സംഭവങ്ങളെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം കേട്ടോ. പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കുഴഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളക് പൊടി കുഴഞ്ഞു പോയി, കുറച്ച് കല്ലേലും പറ്റിപ്പോയി കേട്ടോ. ഒട്ടും മടിച്ചില്ല, ഞാൻ ആ കല്ലൊന്ന് കഴുകി ഒന്ന് തിരിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം അതിനകത്തേക്ക്. അതും നമ്മളപ്പോൾ സെറ്റാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ, പക്ഷേ കാണിക്കാൻ മറന്നുപോയി. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി നല്ല അടിപൊളിയായിട്ട് നല്ല മിക്സ് ആക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മിക്സാക്കി കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. കാരണം കഷ്ണത്തിലൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നല്ലപോലെ കുഴച്ച് കൊടുക്കണം കേട്ടോ. കാരണം എല്ലായിടത്തും എൻ്റെ നാരങ്ങ നീരും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും പിന്നെ മസാലയും എല്ലാം അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് കുഴച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നേരം ഇത് വെക്കുന്നില്ല റെസ്റ്റ് ചെയ്യാനൊന്നുമേ, അതുകൊണ്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് ഇത് വറക്കണം. അത് കഞ്ഞി തിളയ്ക്കുന്നേ ഉള്ളൂ, കഞ്ഞി വാർക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നാന്ന് കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലേശം തൊട്ട് നോക്കും കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോയെന്നേ. പക്ഷെ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല, കാരണം പച്ച ഇറച്ചിയല്ലേ,
അറപ്പ് വേണമായിരിക്കും. പക്ഷെ ഞാൻ ഇതിനകത്തുനിന്ന് ചെറുതായിട്ടിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കും ഉപ്പൊക്കെ കൂടിയോ എന്നൊക്കെ നോക്കും കേട്ടോ. അങ്ങനെ ഞാൻ നല്ലപോലെ തിരുമ്മി പെറുക്കി സെറ്റാക്കി വെക്കണം. കാരണം കുറച്ച് നേരമൊക്കെ റെസ്റ്റാക്കാൻ വെച്ചില്ലെങ്കിലുണ്ടല്ലോ ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കുകയില്ല കേട്ടോ. പിന്നെ നമ്മൾ വറക്കാനായിട്ട് ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും അരപ്പേന്നൊക്കെ സംഭവങ്ങളൊക്കെ വിട്ടൊക്കെ പോരുന്ന പോലെയൊക്കെ തോന്നും. അത് എൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് അറിയത്തില്ല, എല്ലാവർക്കും തോന്നുമെന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടികളെല്ലാം അങ്ങോട്ട് തീർത്ത് കേട്ടോ. അപ്പോൾ ചേട്ടായി കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടായി പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ടയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പൊറോട്ടയുടെ കൂടെ നമുക്ക് സാമ്പാറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ചി എവിടെയോ ഓടിപ്പിടച്ച് പോയി, കുഞ്ചിയുടെ ചൊടിയെല്ലാം പൊട്ടി കേട്ടോ. എന്താ പറയുക, തവളച്ചാട്ടോ എന്താണ്ട് കാണിച്ച് സെറ്റിൻ്റെ അടിയിൽ പോയി കയറിയതാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുരിശ് വരയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ തിരി കത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്കും കുരിശ് വരയ്ക്കും കേട്ടോ. കുരിശ് വരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചോറ് വേവും. അന്നേരത്തേക്ക് നമുക്ക് കറി അടുപ്പത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇറച്ചി വറക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ. അങ്ങനെ ഇറച്ചി നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ ഞാൻ വാർത്ത് കേട്ടോ. അടിപൊളിയായിട്ട് ഇനി നല്ല സെറ്റായിട്ട് വറക്കണം. ഒരുപാട് വറന്നൊന്നും പോകണ്ട കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എണ്ണയ്ക്കകത്ത് കുളിപ്പിച്ചുള്ള ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ എൻ്റെ ചിക്കൻ ഫ്രൈ. എൻ്റെ ചിക്കൻ ഫ്രൈ ഇല്ല, ജസ്റ്റ് എണ്ണേനെ ഒന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന ചിക്കൻ ഫ്രൈ ആകട്ടോ. അതിന് ഞാൻ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് എൻ്റെ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് എനിക്ക് ഈ സവോളയും തക്കാളിയൊക്കെ ചുമ്മാ അരിഞ്ഞിടുന്നത് എനിക്കിഷ്ടമാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കടിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്. ചെറുതായിട്ടൊന്ന് വാട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ക്യാപ്സിക്കം ഒക്കെ ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചുമ്മാ അരിഞ്ഞ് പെറുക്കിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി ചോറൊക്കെ ഉണ്ടോ, ഇനി ഞങ്ങൾ കിടക്കാൻ പോവാം കേട്ടോ. ഞാനും എൻ്റെ 2 പിള്ളേരും കൂടെ കിടന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.